ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി DK Tales. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഒരു ക്യുക്ക് വ്ളോഗ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. അപ്പൊ ഇതൊരു ക്യുക്ക് ഇൻട്രോ ആയിട്ട് നിങ്ങൾ സ്വീകരിക്കണം, ഓക്കെ? അപ്പം നമ്മുടെ പെരുന്നാള് നാട്ടിലത്തെക്കാളും ഒരു ദിവസം മുന്നേ ആണ് ദുബായിൽ. അപ്പൊ ഞങ്ങളുടെ പെരുന്നാൾ നേരത്തെ കഴിഞ്ഞു. അപ്പൊ ആ നേരത്തെ കഴിഞ്ഞ വ്ളോഗാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. വാശിയേറിയ പോരാട്ടവുമായി ഭരതൻ ദീപ്സ് രണ്ടുപേരും എത്രത്തോളം കൊളാക്കാന്നുള്ളൊരു വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. എന്റെ മോനെ. സോ ഹലോ, ഇത് നിങ്ങളുടെ ബാക്ക് കാണാനല്ല, അതെന്ത് ഇരട്ടകളാ രണ്ടും ഒരുമിച്ച് തിരിയണൊക്കെ. ഓക്കെ, പക്ഷെ ഞാൻ എക്സൈറ്റഡ് ആണ്. പെരുന്നാളായിട്ട് ബിരിയാണി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ ഒരു സന്തോഷത്തിൽ ഞാനിങ്ങനെ ഹലോ തലയില്ല വാലുമില്ല. പക്ഷെ ഇതിന് ചിക്കൻ ഫ്രൈ ഇല്ലേ? ഇങ്ങനെ നല്ലല്ലോ എന്നോട് പറഞ്ഞത്. ഫ്രൈ വേണം, എനിക്ക് മാത്രം ഫ്രൈ വേണം, ഒരെണ്ണം. ഞാൻ എന്റെ മമ്മിയോട് പറയും, മമ്മിയാണ് ഉണ്ടല്ലോ ഫ്രൈ ബീഫ് പത്തിരി. ഇതിന്റെ ഇടയിൽ വേറെ ആരാ വരുന്നേ? അതെ, ഒരു കാര്യം ചെയ്തേ, ഒന്ന് മാറി നോക്കട്ടെ, ഒന്ന് മാറി. ഓ അയ്യോ, ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചേ. 900 രൂപ പറഞ്ഞല്ലേ, കുറച്ച് വെള്ളം ചേർക്ക. സോ അയ്യോ, ഇന്നലെ മിഡ് നൈറ്റില് പ്ലാൻ ചെയ്തതാണ്. അതെ, അപ്പൊ അതുകൊണ്ട് എല്ലാരും വിളിക്കാനൊന്നും പറ്റില്ല. എന്നിട്ട് നമ്മള് ലേറ്റ് നൈറ്റ് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു. രാത്രി 1 മണി 1:30. ഈ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും, കാരണം ഞാൻ എന്റെ സൗണ്ടും നിങ്ങളുടെ തലയും നിങ്ങളുടെ മൂഡും, അതാണ് ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത. അപ്പൊ നമ്മള് ഓക്കെ. അയ്യോ, കുക്കിംഗ് ചാനലല്ല. അതെ, മറന്നുപോയി. മറ്റേ മസാജ് അല്ലായിരുന്നു. പക്ഷെ അർജുൻ വരുന്നുണ്ട്. അർജുൻ നോൺ വെജ് കഴിക്കില്ല. അതെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അവന് വേണ്ടി കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നുണ്ട്. അത് അവന് വേണ്ടി സ്പെഷ്യൽ കോളിഫ്ലവർ. സ്പെഷ്യൽ കോളിഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ കോളിഫ്ലവർ. പക്ഷെ അവൻ പറഞ്ഞ പ്രകാരം ഇന്ന് 11 മണിക്ക് ഇവിടെ എത്തുന്നാണ് പറഞ്ഞത്. ഇപ്പൊ സമയം 12 മണിയായി. ഞങ്ങൾ കോളിഫ്ലവർ തൊട്ടില്ല, കഴുകി ഇങ്ങനെ വെച്ചിട്ട്. അവൻ വന്നതിന് ശേഷം വറക്കുള്ളൂ. കാല് ഒരെണ്ണെങ്കിൽ എനിക്ക് ഫ്രൈ തരുമോ? ഓ നോ, റിജോ കൂടെ പാത്രങ്ങളൊക്കെ ലിമിറ്റഡാണ്. അപ്പൊ അതുകൊണ്ട് അതിനിപ്പോ ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മള് പോകുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഒരു നേരത്തിന് ഉണ്ടാക്കണുള്ളൂ. രാത്രി നമുക്ക് വിരുന്നുണ്ട്. നമ്മള് വിരുന്നിന് പോവാം. രാത്രി എവിടെ വരുന്നു? അവിടെ. ഓക്കെ, സോ നമ്മളപ്പോ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ ചിക്കൻ ഇടുകയാണ്. വേണമെന്നില്ല, കൊഴപ്പില്ല. അല്ലടാ, കോളിഫ്ലവർ നമുക്ക് ചിക്കൻ വിചാരിച്ചിട്ട് പടയ്ക്കാലോ. അല്ല, അപ്പൊ അർജുന് ഇതിന്ന് ബിരിയാണിന്ന് എന്താ ചെയ്യാ? കണ്ട അർജുന്റെ അച്ഛ അമ്മേ സ്നേഹം കണ്ട. അർജുന് മുട്ട ബിരിയാണി, പിന്നെ കോളിഫ്ലവർ ഫ്രൈ. അതെ, ഒരെണ്ണം ആക്കണ്ട. ആക്കണണ്ട. ഓക്കെ, സെറ്റ്. അപ്പൊ നമ്മള് ചിക്കൻ ഫ്രൈ, ബിരിയാണി, കോളിഫ്ലവർ, ഇതന്നെ കുറെ നേരം പറയണം. വേറെ കിടക്കണുള്ളൂ എന്ന് ഞാൻ പറയാ. ഭരതന സബോള ഇരിക്കുകയാണ് ഗൈസ്. കണ്ണേരി ഉണ്ടടാ, പണിയെടുത്തട്ടാ. എത്ര മരുന്നു? അവന്റെ താടി ഉള്ളത് കൊണ്ട് കണ്ണീന്ന് വെള്ളം വരണ കാണൂല. ഓക്കെ, എത്ര മിനിറ്റ് വേണം? എന്നിട്ട് വേണം എനിക്കൊന്ന് കുറച്ചു നേരം വേണമെങ്കിൽ കിടന്നുറങ്ങിയിട്ട് ഫുഡ് ആവണ സമയത്ത് എനിക്ക് വരാമല്ലോ. ബിരിയാണി കഴിയും. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ സ്റ്റക്കായിരിക്കാണ്. എവിടെയാണ് നമ്മൾ സ്റ്റക്കായത്? ഏതിനകത്ത്? അർജുനിലാണ് നമ്മൾ സ്റ്റക്കായിരിക്കണത്. കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടി. അതന്നെ, കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ കടലമാവാണോ മൈദയാണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ. അരിപ്പൊടിയാണോ വേണ്ടേ? അരിപ്പൊടിയും ഇത് നിഗമനം. കോൺഫ്ലോർ വേണോ എന്നാണ് എന്റെ ഡൗട്ട്.
കോൺഫ്ലവറാ? നീ കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോടാ. അല്ല അപ്പൊ എന്നിട്ട് മേടിക്കാൻ പോണേ? അത് മറ്റേ കളറ് ആഡ് ചെയ്യണതായിരിക്കും. അപ്പൊ കടലമാവിൽ ഫ്രൈ ചെയ്യാൻ അരിപ്പൊടിയാണ്. ഓക്കെ, അപ്പൊ ഫിക്സ് ആയി ഗൈസ്. കടലമാവ്, അതെ ഞാൻ ഒന്ന് പറയട്ടെ, മറ്റേ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ കടലമാവാണ് വേണ്ടത്, അല്ല അരിപ്പൊടിയാണ് വേണ്ടത്. അപ്പൊ അത് ഫിക്സ് ചെയ്യുന്നത് അറിയാത്ത ആൾക്കാര് വീഡിയോ കണ്ടിട്ട് ധൈര്യമായിട്ട് അരിപ്പൊടി മേടിക്ക. അവസാനം നിങ്ങൾക്ക് മാത്രമേ അറിയാത്തുള്ളൂ. ഓക്കെ ഡൺ. കോളിഫ്ലവർ റെഡി ആവുന്നുള്ളൂ, പക്ഷെ ബാക്കി കുറെ സാധനങ്ങൾ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. ഇത് തുറക്കൂ. വാവ്, ദം മസാല, നൈസ് ചിക്കൻ കറി. ആൻഡ് ദിസ് ഇസ് ഫോർ അർജുൻ. ആണോ? ഓക്കെ. അപ്പൊ ഈ 2 പാത്രത്തിലുള്ളതിന്ന് ഒരു കാഭാഗം വേണ്ട, അതിന്റെ കുറച്ച്. ഗൈസ്, അങ്ങനെ തന്നെ നമ്മള് ദമ്മിടാൻ പോവാണ്. അപ്പൊ ദമ്മ് ഇതിന്റെ മണനെ കേൾക്കുമ്പോ എന്റെ സാറ് എന്താ അങ്ങനെ ഈ വീട്ടില് നമ്മൾ കുക്ക് ചെയ്ത ആദ്യത്തെ ദം ബിരിയാണി. യെസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന, വലിയ പാത്രത്തിൽ മാറ്റി വെച്ചിരിക്കുന്ന ചോറിലോട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ച, അല്ല ഇത് ഗാർണിഷ് അല്ല ശരിക്കും, ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച ആ ഉള്ളി, സബോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഐറ്റംസ് ഇതൊന്നും ഇല്ലാത്ത കുറച്ച് സാധനം. അതിലൊരു ലിവർ ഉണ്ട്, അതെനിക്ക് വേണം കേട്ടാ. അയ്യോ, അപ്പൊ കണ്ണപ്പ എനിക്ക് തോന്നിയതായിരിക്കും. നമുക്ക് 2 ഒറ്റ ലെയർ മതി. ശരിക്കും ഇതും പത്തിരിയും കൂടെ അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ആ കറിയുടെ ഒരു കട്ടിയൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നു. പത്തിരി പറ്റിയ കറി, വെള്ളമൊക്കെ വരുന്നുണ്ട്. നമുക്ക് പാത്രങ്ങൾ ലിമിറ്റഡ് ആയതുകൊണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചെയ്തു. സാധാരണ നിയമപ്രകാരം നമ്മളിപ്പോ കുറച്ച് ചോറിട്ടു, അതിന്റെ മുകളിൽ കറി ഒഴിച്ചു, പിന്നെ ചോറിടും. അതിന്റെ കൺഫ്യൂഷൻ ആദ്യം കറിയല്ലേ ഒഴിക്കാന്നുള്ളതാണ്. സത്യത്തിൽ എന്താന്നുള്ളത് അറിയാത്തോണ്ട് നല്ല കുക്ക് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ചീത്ത വിളിക്കരുത്, ഞങ്ങളുടെ ഒരു തട്ടിക്കുട്ട് ബിരിയാണിയാണ്. ഇതിപ്പോ നമ്മള് പുറത്തുനിന്ന് പൈസ കൊടുത്ത് ഭക്ഷണം മേടിച്ച് ചുമ്മാ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു സന്തോഷം നിറഞ്ഞതായിരുന്നു ഈ ഒരു നിമിഷം, അല്ലേ? ഫോർ യുവർ ഇൻഫർമേഷൻ, അവരെ ചിക്കൻ വറക്കിട്ടുണ്ട്, അത് കരിയാതെ നോക്കണം. അതെ, അത് എനിക്കറിയാം. പണ്ട് ഫയാസിന് ഓർമ്മയുണ്ട്, ഫയാസാണ് ഞങ്ങളുടെ ബിരിയാണി. ചോറ് കുറഞ്ഞു പോയോന്നൊരു സംശയം ഇല്ലാതില്ല. ഇതൊന്നിനെ ആക്കണം. നിനക്ക് വേണ്ടിയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയത്. അതെ, സെറ്റ്. ഇത് ശരിക്കും എനിക്ക് മാത്രമേ ഉള്ളൂ ഇപ്പൊ. സത്യം പറഞ്ഞല്ലോ. അപ്പൊ എല്ലാരും പോയിട്ട് 3 ഗ്ലാസ് അരി ഇട്ടു ഗൈസ്, പക്ഷെ എന്റെ കണക്കൂട്ടലൊന്നും ശരിയായില്ല. ഇവിടുത്തെ ക്ലാസ് അങ്ങനെയാണെങ്കിൽ എനിക്കും കൂടെ ചെയ്യില്ല. മോനെ പെരുന്നാൾ ബിരിയാണി റെഡി. അങ്ങനെ നമ്മുടെ കഥാനായകൻ വണക്കം മലയും താണ്ടി പുഴയും താണ്ടി. ബാക്കി കഥ അറിയില്ലടാ എനിക്ക്. നീ ഇങ്ങനെ ഇങ്ങോട്ട് എത്തിയത് എങ്ങനെയാന്നുള്ളൊരു എക്സ്പീരിയൻസ് പറഞ്ഞോളൂ. എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് ഒന്നുമില്ല, ബസ് കയറി. ഞാൻ അങ്ങനെയാണ് എന്റെ ഒരു മനസ്സ് ഇങ്ങനെ പറഞ്ഞു, ഈ വഴിപ്പെടെ പോ. ഞാൻ ഇവിടെ എത്തിയിട്ട് നീ ഇവിടെ എത്തി. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഇന്ന് ഞങ്ങളെ ക്ലാസ്സിക്ക് എങ്ങനെയാണ് വരുന്നത്? അതെ, നടന്നു പറഞ്ഞ പോലെ നിങ്ങക്ക് എന്തതിനെ കുറിച്ച് പറയാനുള്ളത്? കേറി വന്ന അതും സമയമായി കേറി വന്നിട്ട് ഞങ്ങളോട് ചോദിക്കണം, ഈ ഉപ്പുമാവ് നിങ്ങൾ ഉണ്ടാക്കിയതാണോന്ന്. ആ ഉപ്പുമാവല്ല, അപ്പുറത്തുള്ള അത് രണ്ടും നെയ്ച്ചോറിച്ച ബിരിയാണി ആടാ. ഇത് നിന്റെ ബിരിയാണി. താങ്ക് യു സാർ. ചിക്കനും നോൺ ബിരിയാണി മല്ലിയിലിടാത്ത
ആ ദമ്മുണ്ടില്ലേ അതിൽ ഞണ്ടിപ്പരിപ്പിടും മുന്തിരി ഇടും. ഓ യെസ് 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 യെസ്. ഇതിൽ ചിക്കൻ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ കോളിഫ്ലവർ ഉണ്ടാക്കിയാലോ? ഓക്കെ ഇത് നിന്റെ ഊടാണ്. കോളിഫ്ലവർ ചട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ സാർ. ഓക്കെ ഗൈസ്. ബാഗ് ഞാൻ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ആ റൂം ഒഴികെ ബാക്കി എവിടെയെങ്കിലും പ്ലേസ് ചെയ്തു. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഇവിടെ ഇപ്പുറത്ത് ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നു. കട്ട് ചെയ്ത ക്യാമറമാൻ അതെ ഇനി കട്ട് ചെയ്യരുതെന്നാണ് എന്നോട്. നീ എന്താ പറയാ? കഴിഞ്ഞു. ക്യാമറമാൻ സംസാരിച്ചോണ്ടേയിരിക്കണം. നമ്മളെ ചിക്കൻ സെറ്റായി. ഇല്ല കേട്ടോ ഒന്നുകൂടി. എനിക്ക് റൈസ് കുറഞ്ഞൊരു വിഷമമുണ്ട്. അവന് വിഷമം നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു. വരില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് ഞാൻ കഴിക്കണ്ടെന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക്. ഞങ്ങളോ കോളിഫ്ലവർ കുറെ കഴിച്ചു. കോളിഫ്ലവർ മൊത്തം ഉള്ളതാണ്. ആ പിന്നെ ഇന്ന് രാത്രിക്ക് കൊടുക്കാലോ, നാളെ രാവിലത്തേക്ക് കൊടുക്കാലോ. അതെ പക്ഷെ ഇന്ന് ഉച്ചക്ക് നിന്റെ വിഷമം പറഞ്ഞോ, അതാണ് എന്റെ പ്രശ്നം. ഇത് മാത്രല്ല മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. നന്മയുള്ള ഞങ്ങളെ ഇങ്ങനെ സാധാരണ എണ്ണ എടുത്ത് വെക്കുമ്പോ പൊട്ടിത്തെറിച്ച് ആ ഫോണൊക്കെ ഉള്ളത് വീഴാറുണ്ട്. കുറച്ചിട്ട് സൂണ്ടിയായിട്ട് ഇതിലിപ്പോ അത് അവനെ കൊണ്ട് തന്നെ വർദ്ധിക്കുക. അവനതായിരിക്കും സന്തോഷം. ഇന്ന് ചോറുണ്ട ശബ്ദം കേട്ടത് മോനെ അടുത്ത മസാല ബോണ്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു മെനു ഐറ്റം ഞാൻ അറിഞ്ഞില്ലല്ലോ. കോളിഫ്ലവർ അവനോടൊന്ന് മിക്സ് ചെയ്യാൻ പറഞ്ഞു. മാറി നോക്കടാ. എവിടെ നോക്കട്ടെ. മാറ്റിയേ ഇതിപ്പോ കറക്റ്റ് ഇറച്ചി പോലെ ഉണ്ടല്ലോ. ആ അപ്പൊ കുറച്ചാ ഇവന് ഉദ്ദേശിച്ചത് ആ മസാല ബോണ്ട അല്ലേ, അത് നല്ലായിരിക്കും. ഇതിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ഇതായിരുന്നു നിങ്ങളുടെ വലിഞ്ഞ കോമഡി. ഇതായിരുന്നോ നമ്മുടെ പരിപാടി? എന്തായി അവന്റെ മുട്ടക്കറി, നോട്ടെ എല്ലാം അവന് വേണ്ടിയുള്ളല്ലോ. അർജുന നമ്മുടെ ഗസ്റ്റ്. ഓക്കെ 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 വിളിക്ക്. ഓക്കെ ഇതേ. ഓ ഇതെങ്ങനെയുണ്ട് നോക്കട്ടെ കേട്ടാ. ഓ അങ്ങനെ കോളിഫ്ലവർ സെറ്റ് ആയിരിക്കാണ്. ചെറിയൊരു പീസ് നമുക്ക് സ്വാദ് നോക്കാൻ വേണ്ടി. അതെ അപ്പൊ അതുകൊണ്ട് നല്ലതായിരിക്കും വിശ്വാസത്തോടെ ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ്. എവിടെ പോയി അമ്പട വില്ലന്മാരെ? എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാ. ഞാൻ കുളിക്കാൻ പോയ ഗ്യാപ്പിൽ ഇവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗുഡ് ബോയ്സ്. ഞാൻ പാത്രം മുഴുവനും വാഷ് ചെയ്തു. ഞാനിങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോ അവർ ഓരോ പാത്രം കൊടുന്നു തരും. ചട്ടി വട്ടി കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്ലാസ് ആയി, ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ് ആയി, ഐസ്ക്രീം തിരുന്ന പാത്രമായി. കൂടി ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി ഐസ്ക്രീം മേടിച്ചെന്ന് പറഞ്ഞ്. എന്നിട്ട് അവിടുത്തെ പരിപാടികളൊക്കെ തീർത്തു. ഫുഡൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചു. ഇനി നമ്മള് ഭരത്തിനും അർജുനും നമ്മുടെ ബിരിയാണി കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണം. ബിരിയാണി നിങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴാണ് ഓഫ് ചെയ്തത്. ഓഫ് അതെ അതുവരെ ഉണ്ടായിരുന്നു. തുറന്നപ്പോ ചെറിയൊരു കരിഞ്ഞ പോലെ വന്നായിരുന്നു. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒരു മൈലാഞ്ചി ഇടുന്നതോട് കൂടെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. സാധാരണ നമ്മള് പെരുന്നാളാണെങ്കിലും വിഷു ആണെങ്കിലും ഓണാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് മമ്മി ഡാഡി ഉണ്ടെന്ന് വിചാരിച്ച് നമുക്കൊരു പടപടക്കാം. അതെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, എല്ലാവർക്കും ഇരിക്കാം. ഫൈനലി നമ്മൾ പെരുന്നാൾ ബിരിയാണി കഴിക്കാൻ പോവാണ്. വരൂ എല്ലാരും കടന്നു വരൂ. യെസ് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ദം ബിരിയാണി. വെറുതെ മൂടി വെച്ച ദം ബിരിയാണി. ഇത് നമ്മുടെ അർജുനുള്ള എഗ് ബിരിയാണി. ഓ ആവി പറക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് നമ്മുടെ കുക്കുനുള്ള സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ, സാലഡ്, കോളിഫ്ലവർ ഫ്രൈ. ഇവരെ കാശ് കൊടുത്ത് ഞാൻ റിവ്യൂ പറയാൻ കൊണ്ടുപോകണ്ടല്ലോ. അതായത് ചിക്കൻ ഫ്രൈ ആണെങ്കിൽ ഞാനിപ്പോ എടുത്തിരുന്നെങ്കിൽ ഇവിടെ ആകെ ബഹളം. അതത്രേ ഉള്ളൂ. കോളിഫ്ലവർ ആയതുകൊണ്ടാണ് നിങ്ങൾ എനിക്കറിയാം. ഏതുണ്ട്
ഉണ്ടാ ആ പോയിട്ടുണ്ടാ. കമ്മിട്ടൊരു പാകിസ്ഥാനി ബിരിയാണിയുടെ മൂടുണ്ട്. പ്ലേറ്റ് എടുക്കൂ. പ്ലേറ്റ് ഞാൻ തിരിച്ചു വെച്ചു. അപ്പൊ എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹം നിറഞ്ഞ ഈദ് മുബാറക്. ഈദ് മുബാറക്ക് തന്നെയാണോ എല്ലാത്തിനും പറയാ നമ്മള്? അങ്ങനെ പറഞ്ഞു. ബക്രീദ് ആശംസകൾ. പെരുന്നാള് ഓക്കെ. അങ്ങനൊന്നും എവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരിക്കുക. അതാണ് പെരുന്നാളിന്റെ ഒരു അതൊന്നും നിനക്കല്ല ഒരെണ്ണം എടുത്തിട്ട് മിണ്ടാണ്ടിരിക്കണേ. ഇവരെങ്ങനെയാണ് അടി ഒന്നും തൊണ്ടൊക്കെ കരിഞ്ഞോ? അതിനെപ്പറ്റി രണ്ടുപേർ കൂടെ സംസാരിച്ചിരുന്നു. എന്താ അല്ല ഞാൻ പറഞ്ഞപ്പോഴാണ് ഓഫ് ചെയ്തത്. ഗൈസ് ലെമൺ ജ്യൂസ് മോനെ ഷുഗർ ഫ്രീ ആയിട്ട് കിട്ടുന്ന You want chicken leg piece? യെസ്. Okay, I'll take. മോനെ ഓ വേറെ മൂട് സാധനങ്ങള്. Rice എവിടെ? ഓ Rice എവിടെ? ഗൈസ് ഞാൻ ഇട്ടിട്ട് കഴിച്ചിട്ട്. ഇനി നമ്മള് ദുബായില് വന്നപ്പോ കഴിക്കാൻ പറ്റില്ല. ദുബായില് വന്നപ്പോ കിട്ടിയ ഒരു പുതിയൊരു പഠിപ്പാണ്. ഗ്രൂപ്പായിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കണേക്കാൾ മുന്നേ എല്ലാവരും റെഡി ആയിട്ട് ഒരു ജസ്റ്റ് പറഞ്ഞിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. അത് നമ്മുടെ ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം? വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു വിത്ത് അമ്മണി. അതെ, അവർക്ക് വേണ്ടി ഞങ്ങൾ തന്നെ കഴിക്കുന്നു. അതെ, അവരെ വിളിക്കാതെ. അല്ലല്ല അവര് ടാക്സി വിളിച്ച് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ടാക്സി ഭയങ്കര വെറൈറ്റി ആണ്. ഇപ്പൊ ഇങ്ങനെ കഴിക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ ഒരു പിടി ഇങ്ങനെ എടുക്കും, വെയിറ്റ് ചെയ്യും. എല്ലാവരും ആ പിടി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അതെടുക്കോ സമാധാനത്തിന്റെ പറയും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്തൊരു പടം. ഉണ്ടാക്കിയതില് ഏറ്റവും സീരിയസ്ലി പിന്നെ പല്ലമ്പാവാറുണ്ട്. നീ കഴിച്ചോ? അർജുൻ പറയൂ എന്താ? അവന്റെ ആക്ച്വലി നോർമലാണ്. എനിക്ക് അത് ഉണ്ടാക്കിയ ഒരു പരിചയമില്ലല്ലോ. അപ്പൊ ഞാൻ നോർമൽ മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ട് പറയാം. നീ കഴിക്ക്. നല്ലതല്ലാതെ ഈ വേറെ മസാല അല്ല, മസാല വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കിയതാ. ആണോ? ശരിക്കും ഞാനോ? ഒരു ബിരിയാണി ആ മിണ്ടരുത്. ഓക്കെ, ഇനി ഞാൻ കഴിക്കട്ടെ കേട്ടോ ഗൈസ്. ഞാൻ അത്യാവശ്യത്തിനൊരു മിനിമം ഒരു സ്റ്റാൻഡേർഡ് എന്റെ വയറൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് കഴിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കെ ഇവിടെ നേരെ വിഴുങ്ങിയ പോലെ 3 എണിക്കാൻ പറ്റാണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നിന്റെ ടോണ്. അതെ, അവര് വന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മളിന്ന് അവർക്ക് സർപ്രൈസ് ആയിട്ട് ഇത് റൈസ് ഉണ്ടാക്കിട്ട് ഓക്കെ നമ്മള് കൂടുന്ന ഗസ്റ്റ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് അല്ലേ? അപ്പൊ അതായത് അല്ലടാ, എപ്പോഴും വിളിക്കണമല്ലോ, ഒരു ചേഞ്ച് വേണ്ടേ? അതെ 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 അതെ. അപ്പൊ അടുത്ത പരിപാടി എന്താ? ഫുഡ് അടി കഴിഞ്ഞു, മാംഗോ ഫ്ലേവർ ഐസ്ക്രീം കഴിക്കണം. അത് കഴിഞ്ഞ അപ്പൊ അടുത്തത് നമുക്ക് ആർക്കും ഒട്ടും ക്ഷീണമില്ല. എങ്ങനെയുണ്ട് ഐസ്ക്രീം? ഞാൻ ഉണ്ടാക്കിയതല്ല. എന്താ മമ്മീനെ അപ്പച്ചനെ ഓർമ്മ വരും. അവിടെ എപ്പോഴും ഐസ്ക്രീം പതിവാ. അത് മരുന്നോണ്ടാണ്. ആണോ? ഞാൻ പോകുമ്പോ ഗസ്റ്റ് ഉള്ള ദിവസം ഞങ്ങക്ക് ഫുഡ് കഴിഞ്ഞാൽ ഐസ്ക്രീം നിർബന്ധം. Do some മൈലാഞ്ചി ഗൈസ്.
ഇതെന്താണ് എല്ലാരും ഉറങ്ങിയ? മൈലാഞ്ചിന്റെ കൈ ഇവിടെ ഉണ്ട് എല്ലാവരുടെയും. ഓ എന്തൊരു അഭിനയം! അവാർഡ് കൊടുക്കണം, അവാർഡ്. എന്ത് പെരുന്നാള് കഴിഞ്ഞിട്ട് മൈലാഞ്ചിട്ടാളെ പെരുന്നാള് കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അടിച്ചിട്ട് ഇതെന്താ മൈലാഞ്ചി ഇത്ര കനം? ഗൈസ് ഉണരൂ, നമുക്ക് മൈലാഞ്ചി ഇട്ടിട്ട് ഈ പെരുന്നാൾ അങ്ങോട്ട് അവസാനിപ്പിക്കാം. നിങ്ങൾ വിചാരിക്കുമ്പോ ഞങ്ങൾ മാരകമായ ഡിസൈനൊക്കെ ഇടാന്ന് നിങ്ങൾ കണ്ട് എനിക്ക് ഓർക്കുമ്പോ തുടങ്ങി. അതാണ് എന്റെ ഫുഡിന്റെ ഒരു കഴിവ്. ആര് പറഞ്ഞു? എന്റെ കണ്ണാണല്ലോ. ഓക്കെ, ലെറ്റ്സ് ഡു മൈലാഞ്ചി. ആദ്യം കിട്ടുന്ന അപ്പൊ ചെയ്യുമ്പോ എനിക്ക് പറഞ്ഞാലോ. എന്താ ഡിസൈൻ? ഡിസൈനാ വട്ടം. ഓക്കെ, എനിക്ക് വേറെ ഒന്നും അറിയില്ല. ചതുരടുന്ന നീ ഇപ്പൊ മൈലാഞ്ചി ഇട്ടിട്ട് പോവാ. ഞാൻ എന്നെ എല്ലാവരും കാണുന്ന കയ്യൊക്കെ കൊടുക്കുമ്പോട്ടാ. അപ്പൊ നന്നായിട്ട് ചെയ്യണം മൈലാഞ്ചി. എന്ത് ഡിസൈനാണ് നിങ്ങക്ക് വേണ്ടത് പറയൂ, അത് ഞാൻ ഇടും. ഹറാമാവാത്ത എന്ത് ഡിസൈനും ഞാൻ ഇടും. വട്ടം പ്രശ്നം ഉണ്ടാവും. വട്ടത്തില് ഹറാമുണ്ടോ? ഇല്ലല്ലോ കൈയൊക്കെ ഡിസൈൻ ആയിട്ടാണ് ദീപ്സ് വന്നേക്കണത്. വട്ടം അവിടുന്നായിരുന്നു. അവളൊരു കലാകാരിയാണ്, അതിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അതാ ശരിക്കും ഞാൻ ഡിസൈൻ ഇടണോ? പിന്നല്ലാണ്ട് ഞാൻ പ്രിന്റസ്റ്റിൽ നോക്കട്ടെ. മനസ്സെന്ന് പറയുന്നുണ്ട്. മുഖത്തിനനുസരിച്ചും സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ക്രിയേറ്റിവിറ്റി വരണം. എനിക്ക് മൈലാഞ്ചിനെ അറിയില്ല ഗൈസ്. വേണ്ടിരുന്നില്ല, വെറുതെ എല്ലാരും കിടന്ന് ഉറങ്ങിയിരുന്നു. തെറി വിളിക്കും. ഞാനൊന്നും ചെയ്യണില്ല. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഉറങ്ങുമ്പോൾ മൈലാഞ്ചി ഇടുന്നത്. കോൺസെൻട്രേഷൻ കൊണ്ടിട്ടോ വന്നോണ്ടിരിക്കുക. എനിക്ക് ഡിസൈൻ ആക്കാൻ പറ്റണില്ല. എന്താ പ്രശ്നം ദീപ്സ് പറയൂ. ഇതിങ്ങനെ വന്നോണ്ടിരിക്കുക. നോക്കിയേ, നമുക്ക് ക്യാമറ ഫോക്കസ് കേട്ടാ. ഇവിടെ കണ്ട, ഞാൻ മറ്റൊന്നുമില്ല, തന്നെ വന്നോണ്ടിരിക്കുക. അതെനിക്ക് ഡിസൈൻ കൊടുക്കാൻ പറ്റണില്ല. ദുബായില് ഇവിടെല്ലാം ഓട്ടോമാറ്റിക്കാ മൈലാഞ്ചി ഇല്ല. എവിടെ ഫോട്ടോ? എവിടെ? ഞാൻ ഡിസൈൻ ഡിസൈൻ തന്നാ ഞാൻ അച്ചു വെച്ച പോലെ വരയ്ക്കും. ഇതാണ് ഡിസൈൻ. ഞാൻ കഴിഞ്ഞിട്ട് കാണിച്ചോ. ഇതാണ് ട്യൂട്ടോറിയൽ. ഇത് കഴിഞ്ഞ അവസാനം ഇതുപോലെ വരുന്നതാണ് ദീപ്സിന്റെ മറ്റേ വീരവാദം. നമുക്ക് നോക്കാം. അങ്ങനെ കുക്കുന്റെ പെരുന്നാൾ കഴിഞ്ഞിരിക്കുകയാണ്. ആ കൂർക്കം വലിയുടെ ആഴം കേട്ടാൽ അറിഞ്ഞൂടെ കുക്ക? വ്ളോഗിൽ ഉറങ്ങുക. ഈ കാണുന്നതൊക്കെ എല്ലയാണ്. പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞു, മെൻഷൻ ചെയ്യാൻ പറഞ്ഞു. അത് ഞാനോ മാർക്കറ്റ് എഴുതട്ടെ. ഇല്ല കഴിഞ്ഞു. കാണണ്ടേ? കണ്ണു തുറന്ന് നോക്ക്. എന്താ ചെക്കന സൂപ്പറായിട്ട് കളിക്കണുണ്ടോ നോക്ക്. ഇട്ടിട്ടൊക്കെ അത്ഭുതത് ആരെങ്കിലും വരച്ചായിരിക്കും. ഞാൻ അല്ലെങ്കിൽ എനിക്കത് കഴിഞ്ഞ വിശ്വാസം എനിക്കറിയാത്. സൂപ്പറായിട്ട് ഞാനത് എവിടെ തട്ടാതെ കൊണ്ടടക്ക. ഉറക്കത്തിലെങ്ങനെ ചുളിക്കാം. ഞാനൊരു പൊസിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോഫ ഔട്ടത്. അങ്ങനല്ല, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഇങ്ങനെ കിടന്നിട്ടേ ഇത് ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ വെക്കും. ഇപ്പൊ തോന്നുന്നു ചെയ്യാൻ
പുതിയ കണ്ടുപിടുത്താണ് guys. മൈലാഞ്ചിട്ട ഞാൻ കിടക്കാനുള്ള പൊസിഷൻ പറഞ്ഞു തരുന്നുണ്ട്. ഇത് മധുരല്ല, ഇത് ഉണങ്ങി നല്ല കളറാണെങ്കിൽ നാരങ്ങി പഞ്ചസാരല്ലേ? പഞ്ചസാര എന്തിനാ വെള്ളം കലക്കാനോ? നാരങ്ങ മാത്രം പിഴിഞ്ഞാ നല്ല പഞ്ചസാര അപ്പോഴാണ് ഇങ്ങനെ കട്ടുകെട്ട് കളർ വരിക അല്ലേ? വേണ്ടത് ഞാൻ പോണു. ഇത് പോരുത്. ഇതാ ഇനി ഞാൻ നാട്ടിൽ വരുന്ന വരെ ഇത് കയ്യിലുണ്ടാവണം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മള് കുക്കുവിന്റെ മൈലാഞ്ചിട്ട് ഇന്നത്തെ പെരുന്നാൾ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാൻ പോകും. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ പെരുന്നാളിന്റെ വൈൻഡപ്പിൽ ഫോട്ടോ വീഡിയോ അത് ഞാൻ പിടിച്ചിരിച്ചേ. ഞങ്ങൾ മൈലാഞ്ചിട്ട് എല്ലാവരും മൈലാഞ്ചി കാണിക്കൂ. ഇവരാരും മൈലാഞ്ചി ചെയ്യാം, നിങ്ങൾ വെറുതെ ഇങ്ങനെ കാണിക്കും. ചെയ്യാന്നൊക്കെ. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് മൈലാഞ്ചി ഒക്കെ ഇട്ട് നമ്മൾ നേരെ നുനുവിന്റെ വീട്ടിൽ വന്നു. നമുക്ക് ഇന്നൊരു അതിഥി ഉണ്ട് നമ്മുടെ ബ്ലോഗിൽ. അമ്മ ഓൾ ദ വേ ഫ്രം സൗദി അറേബ്യ. അതും വെറുതെ അല്ല വന്നിരിക്കണത്. ഈത്തപ്പഴത്തിന് ഈത്തപ്പഴം, ഒട്ടകറച്ചിക്കോ ഒട്ടകറച്ചി, അച്ചപ്പം, കുഴലപ്പം, മുനിയപ്പം, എന്റെ മോനെ എല്ലാം കഴിച്ച് ഞങ്ങള് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ എങ്ങനെയൊക്കെയായിരുന്നു, നമ്മുടെ ദുബായ് പെരുന്നാൾ എങ്ങനെയായിരുന്നു? നിങ്ങൾ എല്ലാവരും പെരുന്നാൾ എൻജോയ് ചെയ്തില്ലേ ഗൈസ്? ഇതാണ് നമ്മുടെ ദുബായ് ഫ്രണ്ട്സും. നമുക്ക് സ്നേഹയും കൂടെ മിസ്സിംഗ് ആണ്. പിന്നെ റോജ, പിന്നെ പറഞ്ഞു തുടങ്ങിയ കുറെ ഉണ്ടല്ലോ. മിസ്സിംഗ് ആണ് കഴിച്ചു. ഇത്തവണത്തെ പെരുന്നാൾ നമ്മൾ ഇവരുടെ കൂടെ ആയിരുന്നു. നിങ്ങൾ നമ്മുടെ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഉടനെ അടുത്ത വ്ളോഗുമായി നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അമ്മ ഇങ്ങനെയൊക്കെ